ഭീകരപ്രവർത്തിക്ക് CRPF ജവാൻ അറസ്റ്റിൽ. മോത്തിറാം ജാട്ട് എന്ന CRPF ജവാനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2023 മുതൽ മോത്തിറാം പാകിസ്ഥാന് വേണ്ടി രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്നും NIAയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചെയ്യുകയാണ്. ശരത്ത്, 2023 മുതൽ പാകിസ്ഥാന് വേണ്ടി രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു. ഇയാളെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇയാളിലേക്ക് NIA എത്തിയത് എങ്ങനെയാണ്? പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അദ്ദേഹത്തെ പട്യാല കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട്. NIA ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ നേരത്തെ ഒരാഴ്ച മുമ്പ് തന്നെ ഇദ്ദേഹത്തെ IB അറസ്റ്റ് ചെയ്തു എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത്ര കാലം CRPFൻ്റെ 16ാം ബറ്റാലിയനിൽ ജോലി ചെയ്യുന്ന ശിപ്പായി, അതായത് കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് മോത്തിറാം റാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഏതൊക്കെ കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ CRPF ആണ് ജമ്മു കാശ്മീരിലെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ജമ്മു കാശ്മീരിൽ മൂന്ന് മാസത്തോളം ജമ്മു കാശ്മീരിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ CRPFന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. CRPF ആയിരുന്നു പ്രധാനപ്പെട്ട ക്യാമ്പുകളുടെ സംരക്ഷണ ചുമതല, പട്ടാള ക്യാമ്പുകൾ. ഇതടക്കമുള്ള വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും NIA കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. സംഗീത. ശരി ശരത്ത്, എന്താണെങ്കിലും നിർണായകമായ ഒരു അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. 2023 മുതൽ മോത്തിറാം പാകിസ്ഥാന് വേണ്ടി രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നാണ് NIAയുടെ കണ്ടെത്തലുള്ളത്. CRPF ജവാനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.